ഹലോ, അസ്സലാമു അലൈക്കും. ഇത്രയും പോകുന്നൊരു മെഴുകുതിരി കഷ്ണം വെച്ചിട്ട് നമുക്കിത് മണിക്കൂറുകളോളം വെക്കാൻ പറ്റും കേട്ടോ. കത്തിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ കളയുന്ന സാധനങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് പോകുമ്പോഴായാലും ശരി, എപ്പോഴായാലും ശരി, നമുക്ക് ഇതുപോലെ കത്തിച്ച് വെക്കാം കേട്ടോ. ഈ ഇത്രയും പോകുന്ന കഷ്ണം നമുക്ക് ഒരു അരമണിക്കൂർ പോലും എത്തൂല. ഇത് 2-3 മണിക്കൂർ വരെ എന്തായാലും നമുക്കിത് കത്തിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിതാ ഇത്രയും പോകുന്നൊരു മെഴുകുതിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പീസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പീസ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാനിതൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എൻ്റെ അടുത്ത് മെഴുകുതിരി ഒന്നുമില്ല, എന്നോ ഇരിക്കുന്ന ഒരു മെഴുകുതിരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എമർജൻസിക്കല്ലേ കത്തിക്കാറ്. അപ്പോൾ എമർജൻസിയിലൊന്നും ചാർജ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ കത്തിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു ചെറിയ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ വേറെ ഒരു ഗ്ലാസ്സാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് തന്നെ എടുക്കുക. എന്നിട്ട് ചെറിയൊരു ഗ്ലാസ് കളയാൻ വെച്ചതായാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഏത് വേസ്റ്റ് അരി ആയാലും വേണ്ടില്ല കേട്ടോ. കളയാനൊക്കെ നമ്മൾ വേസ്റ്റായ പൂത്ത പിടിച്ച അരിയൊക്കെ ആയാലും വേണ്ടില്ല, അതെടുത്താലും മതി. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ല അരിയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ ഒരു അരഭാഗത്തോളം, അരയിലും കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മെഴുകുതിരി ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി താഴ്ത്തി ഇങ്ങനെ ഇരിക്കാൻ തരത്തിലൊന്ന് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതിലേക്ക് സാധാ പച്ചവെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ്, പച്ചവെള്ളം. അത് നമ്മളിതിലേക്ക് ഈ അരി മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വേസ്റ്റ് ആവൂലേ, ആ എണ്ണയാണ് നമ്മൾ ഒഴിച്ചെടുക്കുക. നമ്മൾ മീനൊക്കെ വറുത്ത് വേസ്റ്റ് ബാക്കി വേണ്ടുണ്ടെങ്കിൽ, അതേപോലെ ചിക്കൻ വറുത്തത്, ഏത് തരത്തിലുള്ള വേസ്റ്റ് എണ്ണയായാലും വേണ്ടില്ല, ആ എണ്ണയാണ്. അപ്പോൾ ഞാനിത് ചിക്കൻ വറുത്തെടുത്തിട്ട് ഈ സിങ്കിൽ കളഞ്ഞ വേസ്റ്റ് ആവും, അതിനൊക്കെ മെഴുക്കാവൂലേന്ന് വിചാരിച്ച് പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തെളിഞ്ഞ് വന്ന 1 ടീസ്പൂണ് എണ്ണയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ടീസ്പൂണ് മാറ്റി അത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ മെഴുകുതിരി നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ തിരി നമ്മൾ പഴയ മെഴുകുതിരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും കൂടി കുറച്ച് നേരം ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ. ഈ ടിപ്സ് നിങ്ങൾ ലാസ്റ്റ് വരെ കാണണം. ഇത് എത്ര മണിക്കൂർ നിൽക്കുന്നുണ്ടെന്ന് അത്രയും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമ്മൾ കത്തിച്ച് വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇതുപോലെ എണ്ണിട്ട് അതിൻ്റെ മേലെ കണ്ടില്ലേ വെള്ളം നിൽക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും പോകുന്ന കഷ്ണം നമുക്ക് ഒരു അരമണിക്കൂർ പോലും നിൽക്കില്ല കത്തിച്ച് വെച്ചാൽ. ഇനി ഞാൻ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അത് കത്തുന്നത്. നിങ്ങൾ ഏത് വേസ്റ്റ് എണ്ണ ആയാലും വേണ്ടില്ല, അത് മതി കേട്ടോ. അപ്പോൾ നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് ഇതുപോലെ കത്തിച്ച് വെക്കാം. മക്കളൊക്കെ പഠിക്കണയിടത്തും. പിന്നെ നമുക്ക് കരിയും പുകയൊന്നും ആവില്ലല്ലോ. മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിച്ച് വെക്കുമ്പോൾ കരിയും പുകയൊക്കെ ആകും, അതൊന്നും ആവില്ല. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1/4 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇത് കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എന്നാലും നമ്മുടെ മെഴുകുതിരി ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ 1 മണിക്കൂറിലേറെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊന്ന് ഊതിക്കെടുത്തിയിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറോളം ആയിട്ടുണ്ട്. സമയം ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല, എന്നാലും 1.5 മണിക്കൂറിൻ്റെ മേലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതുപോലെയാണ് മെഴുകുതിരി ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഊതിക്കെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇതുപോലെ കത്തിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അത്ര നേരമൊന്നും നമ്മൾ വെക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ കറണ്ടൊന്നും പോകില്ലല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറോളം ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നോക്കാം.
ഇപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഊതിക്കെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ കത്തിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതാ അപ്പോൾ അത് ഈ തിരിയിലേക്ക് കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കെടാൻ പോവുകയാണ് തോന്നുന്നു. അതൊന്ന് കെടട്ടെ. അപ്പോൾ ഇതാ ഇത് കെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആ വേസ്റ്റ് എണ്ണയിൽ നിന്നും ഒരു തുള്ളി എണ്ണ കൂടി നമ്മൾ ഇതിലേക്ക് ഒറ്റിച്ചു കൊടുക്കണം കേട്ടോ. ചെയ്യുന്ന ഒരു സ്പൂണൊന്നും ഒറ്റിക്കേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കത്തിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇത് നമ്മൾ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കത്തിച്ചെടുക്കുമ്പോൾ തിരി കുറച്ച് നല്ലോണം താഴേക്ക് പോയിട്ടുണ്ട്. നമ്മളിത് 2 മണിക്കൂറിലേറെ കത്തിച്ചതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് തിരി നല്ലോണം താഴത്തേക്ക് പോയിട്ടുണ്ട്. ഞാനിതൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മേലേക്ക് പൊന്തിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടേ കത്തണുള്ളൂ. അപ്പോൾ നന്നായി ഒന്ന് കത്തി വരാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുകുതിരി ഒന്ന് മേലേക്ക് പൊന്തിച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെക്കുമ്പോൾ കത്തണില്ല. അപ്പോൾ ഒന്നുകൂടി മെഴുകുതിരി ഞാനൊന്ന് കത്തി പിടിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് നമ്മുടെ മെഴുകുതിരി ഒന്ന് മേലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മെഴുകുതിരി ഒന്ന് മേലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വീണ്ടും ഇത് കത്തുന്നുണ്ട് കേട്ടോ. ഇനിയും ഇത് ഒരു അരമണിക്കൂറിലേറെ നമുക്കിത് കത്തിച്ചെടുക്കാം. അപ്പോൾ ഇതാ നിങ്ങൾക്കിത് നല്ല യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല യൂസ്ഫുൾ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതെൻ്റെ പുതിയ ചാനലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഉമ്മുഹന്നാസ് കിച്ചൺ എന്നുള്ള ചാനലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം.